PDF കാണാൻ പറ്റുന്നുണ്ടോ? Okay, good afternoon. നമ്മുടെ ലോജിസ്റ്റിക് പ്ലാനിംഗ് അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? യെസ്, ലോജിസ്റ്റിക് പ്ലാനിംഗില് വോളണ്ടിയേഴ്സ് വരെ പറഞ്ഞു അല്ലേ? വോളണ്ടിയേഴ്സ് വരെ പറഞ്ഞു. ഇനി റിസർവ് സ്റ്റാഫ് ആണ് പറയുന്നത്. റിസർവ് സ്റ്റാഫ്. Reserve staffs. Hospital must be identified physicians, nurses, and retired hospital workers or who have changed careers to work outside of healthcare services or now work in areas other than direct patient care. ലോജിസ്റ്റിക് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ റിസർവ് സ്റ്റാഫുകൾ ആവശ്യമായിട്ട് വരും അല്ലെ? അതായത് ഹോസ്പിറ്റൽ സ്റ്റാഫിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ കൂടാതെ തന്നെ എന്താണ് ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന മറ്റൊരു പേര് ഈ ഒരു ഡിസാസ്റ്റർ സിറ്റുവേഷനിൽ നമുക്ക് ആവശ്യമായി വരാം അല്ലെ? അപ്പൊ അവരും ആ ഒരു ഡിസാസ്റ്റർ ടൈമിൽ ഹോസ്പിറ്റലിൽ ഉണ്ടാവേണ്ടതാണ്. അപ്പൊ ഇപ്പൊ റിസർവ് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് അതിന് വരുന്നത്? ആരൊക്കെയായിരിക്കും റിസർവ് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യാതെ നൗ പ്രസന്റ് വർക്ക് ചെയ്യാതെ പുറത്തെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കും. അതൊക്കെ ആരൊക്കെയായിരിക്കുള്ളൂ? എന്റെ ഒരു എക്സാമ്പിൾ ഒന്നും അറിയാമോ? ആരൊക്കെയായിരിക്കും? ഇപ്പൊ ഹെൽത്ത് കൺസൾട്ടൻസുകൾ ഉണ്ടാവും അല്ലെ? ഹെൽത്ത് കെയർ കൺസൾട്ടൻസുകൾ ഉണ്ടാവാം. അതുപോലെ തന്നെ ഹെൽത്ത് പോളിസി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഓഫീസേഴ്സ് ഉണ്ടാവാം. പിന്നെ ആരാണ്? ഹെൽത്ത് കെയർ മാനേജ്മെന്റിൽ വരുന്നവര്, ഹെൽത്ത് എഡ്യൂക്കേറ്റർ ഉണ്ടാവാം. അങ്ങനെയുള്ളവര്, അതായത് ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ തന്നെ ഹോസ്പിറ്റൽ അല്ലാതെ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുണ്ടാവും. അപ്പൊ അവരൊക്കെ ഈ ഒരു ഡിസാസ്റ്റർ സിറ്റുവേഷനിൽ എന്താണ് റിസർവ് സ്റ്റാഫ് കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പൊ അവരുടെയും ആവശ്യം ആ ഹോസ്പിറ്റൽ ആ ഒരു ഡിസാസ്റ്റർ സിറ്റുവേഷനിലെ ആവശ്യമായി വന്നേക്കാം. അപ്പൊ എത്രത്തോളം സ്റ്റാഫ്, യെസ്, കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്നവര് അല്ലെ? ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ടൊക്കെ കൗൺസിലിംഗിന് വരുന്നവര്, അങ്ങനെയുള്ള ഭാഗങ്ങളിലുള്ള എല്ലാ സ്റ്റാഫുകളും ഈ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഹോസ്പിറ്റൽ ആവശ്യമായി വന്നേക്കാം. അവരെ കുറിച്ച് അവർക്ക് വേണ്ട കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ലോജിസ്റ്റിക് പ്ലാനിങ്ങിന്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത് റിസർവ് സ്റ്റാഫുകൾ. ഓക്കെ, അപ്പൊ ഡയറക്ട് പേഷ്യന്റ് കെയർ അല്ല കൊടുക്കുന്നത്. ഡയറക്ട് പേഷ്യന്റ് കെയർ ആയിരിക്കില്ല, മറ്റെന്തെങ്കിലും ആവശ്യകതകൾക്ക് വേണ്ടിയിട്ട് അത്ര സ്റ്റാഫുകൾ നമുക്ക് ആവശ്യമായിട്ട് വന്നേക്കാം. ഓക്കെ, അപ്പൊ ലോജിസ്റ്റിക് പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ അവരെയും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ദെൻ ലാസ്റ്റ് വരുന്നതാണ് എന്താ? ഫിനാൻഷ്യൽ പ്ലാനിങ്. ഫിനാൻഷ്യൽ പ്ലാനിങ് എന്തിനാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് വേണ്ടത്? അലോക്കേഷൻ ഓഫ് എമർജൻസി ഫണ്ട്സ് അല്ലെ? അവിടെ കൊടുത്തിട്ടില്ല. അലോക്കേഷൻ ഓഫ് എമർജൻസി ഫണ്ട്സുകൾ അലോക്കേറ്റ് ചെയ്യുന്നതിനും പിന്നെ എന്താണ് ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യുന്നതിനും അതിനൊക്കെ എന്താണ് കൃത്യമായി ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടായിരിക്കും. എന്തൊക്കെ റിസോഴ്സസ് അവൈലബിലിറ്റി വേണ്ടി വരും, എന്തൊക്കെ എക്യുപ്മെന്റ്സ് നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നത്, മെഡിസിൻ സപ്ലൈ, മറ്റ് സപ്ലൈസ് ഒക്കെ എത്രത്തോളം ആവശ്യമായി വരും അല്ലെ എന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ ഒരു ഡിസാസ്റ്റർ ഒക്കെ സംഭവിച്ച സമയത്ത് ഇപ്പൊ ഗവൺമെന്റ് ഫണ്ടഡ് ഗ്രാന്റുകളൊക്കെ ഉണ്ടാവും അല്ലെ? അതൊക്കെ എത്രത്തോളം അനുവദിച്ച് കിട്ടുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് ഗവൺമെന്റ് ഫണ്ടഡ് കൂടി എന്താണ് ഉൾപ്പെടുത്തും. ഫണ്ട് ഗവൺമെന്റിന് കിട്ടാറുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു പ്ലാനിങ് കൂടി എന്താണ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് നടത്തപ്പെടുന്നു. ഓക്കെ, അപ്പൊ എന്തിനു വേണ്ടിയാണ് ഈ ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ ആയിട്ട് ഉണ്ടാവുന്ന അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ഫിനാൻഷ്യൽ റിസ്ക് അല്ലെ? ഫിനാൻഷ്യൽ റിസ്കുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുന്നത് അല്ലെ? പ്രത്യേകിച്ച് ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് എവിടെ നിന്നൊക്കെയാണ് എമർജൻസീസ് വരുന്നത് നമുക്ക് അറിയാൻ സാധിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മറ്റ് റിസ്കുകൾ പണത്തിന്റെ ലഭ്യത ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ? അങ്ങനെ ഒരു റിസ്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ടൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് കൂടി ഡിസാസ്റ്റർ മാനേജ്മെന്റ് സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷൻസിൽ അത് തയ്യാറാക്കപ്പെടുന്നത്. ഓക്കെ, മനസ്സിലായോ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്താണ്?
അവിടെ ഒന്ന് വെറുതെ നോട്ട് ചെയ്ത് വെച്ചു. അലോക്കേഷൻ ഓഫ് എമർജൻസി ഫണ്ട്സ് എന്ന് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു കേട്ടോ. അലോക്കേഷൻ ഓഫ് എമർജൻസി ഫണ്ട്സിനോ അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ഫിനാൻഷ്യൽ റിസ്ക് എഴുതി വെച്ചു. എങ്ങനെ വേണമെങ്കിലും എഴുതാം. റെഡ്യൂസ്ഡ് ഫിനാൻഷ്യൽ റിസ്ക്. പിന്നെ ഇൻഷുറൻസ് കവറേജ് ഒക്കെ അതിൽ വരുന്നതാണ് അല്ലെ. അലോക്കേഷൻസ് ഓഫ് എമർജൻസി ഫണ്ട്സ് ഫണ്ടുകൾ. ഏതൊക്കെ ചിലപ്പോ ഒരു എന്താ പറയാ ഇൻഷുറൻസ് കവറേജസ് ഒക്കെ നമുക്ക് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അതൊക്കെ പ്ലാൻ ചെയ്യുന്നത് അല്ലേ. പിന്നെ കമ്പനീസ് ഒക്കെ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഗ്രാന്റ്സുകള്, ഗവൺമെന്റ് ഫണ്ടുകള്, ഓക്കെ, അത്തരം കാര്യങ്ങൾ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ ഉൾപ്പെടുന്നു. യെസ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഏത് ഫേസിലാണ്? ഏത് ഫേസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? പ്രീ ഡിസാസ്റ്റർ ഫേസ് ആണ് അല്ലെ. ഫേസില് പ്രീ ഡിസാസ്റ്റർ ഫേസ് ആണ്. അത് ഡിസാസ്റ്റർ നടക്കുന്നതിന് മുമ്പായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. എന്തൊക്കെ ചെയ്യണമെന്ന് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് വരുന്ന ഫേസ് ആണ് എന്ത്? ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ എന്താണ്? പ്രീ ഡിസാസ്റ്റർ ഫേസിൽ എന്തൊക്കെ പ്ലാനിങ് വേണം, എന്തൊക്കെ പ്രിപ്പറേഷൻ വേണം, ഏതൊക്കെ ഭാഗങ്ങളിലാണ് ട്രെയിനിങ് പ്രത്യേകമായി കൊടുക്കേണ്ടത്, ഏതൊക്കെ മെമ്പേഴ്സ് അതിൽ ഇൻക്ലൂഡ് ആവണം, ഇൻസിഡന്റ് സ്റ്റാഫ്സുകൾ ആരൊക്കെയാണ്, ഏതൊക്കെ സ്റ്റാഫുകൾക്കാണ് ഏതൊക്കെ ഡ്യൂട്ടി ഉള്ളത് അല്ലെ, അത്രയും കാര്യങ്ങൾ. പിന്നെ എന്താണ് പ്രിപ്പറേഷൻ ഓഫ് ജോബ് കാർഡ്സ്, ഏതൊക്കെ ഏരിയയിലാണ് പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്, ഒരു ലോജിസ്റ്റിക് പ്ലാനിന്റെ പ്രത്യേക ഏതൊക്കെ രീതിയിലാണ് ലോജിസ്റ്റിക് പ്ലാൻ ഉൾപ്പെടുന്നത്, എന്തൊക്കെ പ്ലാനിങ് അതിൽ ഉൾപ്പെടുന്നു, പിന്നെ ബെഡ് കപ്പാസിറ്റി കിട്ടാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രീ ഡിസാസ്റ്റർ ഫേസിൽ, ഫിനാൻഷ്യൽ പ്ലാനിങ് വരെ പ്രീ ഡിസാസ്റ്റർ ഫേസിലാണ് നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് വരുന്ന എന്താണ്? ഡിസാസ്റ്റർ ഫേസ് അല്ലെ. ഡിസാസ്റ്റർ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദുരന്തം നടക്കുന്ന ഘട്ടം അല്ലെ. ഡിസാസ്റ്റർ ഫേസ് ദുരന്തം നടക്കുന്ന ഘട്ടത്തില് ഡിസാസ്റ്റർ ആക്ടിവേറ്റഡ് ആയിരിക്കുന്ന ആ ഒരു ടൈമില് എന്തൊക്കെ കാര്യങ്ങളാണ്? ഡിസാസ്റ്റർ ആക്ടിവേഷൻ, alter and mobilization phase, plan for alerting the disaster committee, staff, other facilities via phone, paging, and mobilizing resources to suitable activated areas. For disaster ആക്ടിവേഷൻ ചെയ്യേണ്ടത് എവിടെയൊക്കെയാണ്? എവിടെയാണ് ഈ അലർട്ടേഷൻ കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ മൊബിലൈസേഷൻ ഫേസ് ആരംഭിക്കുന്നത് എവിടെയാണ്? ഡിസാസ്റ്റർ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ പല ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് കൊടുക്കുന്നു? അലർട്ടേഷൻ കൊടുക്കുന്നു അല്ലെ. പ്രത്യേകിച്ച് എവിടെയൊക്കെയാണ് അലേർട്ടിങ് കൊടുക്കേണ്ടത്? ഡിസാസ്റ്റർ കമ്മിറ്റി അല്ലെ, സ്റ്റാഫ് മെമ്പേഴ്സിന്റെ അടുത്ത്, മറ്റ് അതർ ഫെസിലിറ്റീസുകളെ. ദെൻ ഫോൺ, എന്തൊക്കെ വഴി? ഫോണ്, പേജിങ് അല്ലെങ്കിൽ മൊബിലൈസ് റിസോഴ്സസ് ഒക്കെ വഴി സൂട്ടബിൾ ആയിട്ടുള്ള ആക്ടിവേറ്റ് ഏരിയാസ് ഇൻഫോർമേഷൻ കൊടുക്കേണ്ടത്. ഡിസാസ്റ്റർ ആക്ടിവേറ്റഡ് ആയെന്നുള്ള ഇൻഫോർമേഷൻ കൊടുക്കുകയാണ് അല്ലെ. കമ്മ്യൂണിക്കേഷനിലൂടെ അല്ലെങ്കിൽ അനൗൺസ്മെന്റിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നു? നമ്മള് ഡിസാസ്റ്റർ ആക്ടിവേഷൻ കൊടുക്കുന്നു. ഓക്കെ, അതിൽ പ്രധാനമായിട്ടും ഡിസാസ്റ്റർ കമ്മിറ്റി അതുപോലെ തന്നെ സ്റ്റാഫ് അംഗങ്ങൾ അതിൽ പ്രധാനമായിട്ടും ഉണ്ടായിരിക്കും. അതർ ഫെസിലിറ്റീസും അതിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അതാണ് ഡിസാസ്റ്റർ ആക്ടിവേഷൻ എന്ന് പറയുന്നത്. ഒരു എമർജൻസി ഉണ്ടായി, അതുമായി ബന്ധപ്പെട്ട അലേർട്ടേഷൻ കൊടുക്കുകയാണ്. ഇൻസിഡന്റ് കമാൻഡർ. എന്താണ് ഇൻസിഡന്റ് കമാൻഡർ എന്ന് നമ്മൾ പറഞ്ഞത്? ഇൻസിഡന്റ് കമാൻഡർ എന്താണ് ചെയ്യുന്നത്? An incident commander who must be free to command and coordinate the overall disaster response must be appointed by hospital administration. എന്താ പറയുന്നത്? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഇൻസിഡന്റ് കമാൻഡറെ. ശ്രദ്ധിച്ചിരിക്കട്ടെ, കുറച്ച് ഡ്രൈ ഏരിയ ആണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഇൻസിഡന്റ് കമാൻഡറിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇൻസിഡന്റ് കമാൻഡറുടെ ഡ്യൂട്ടി എന്താണ്? അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? Who must be free to command and coordinate the overall disaster response. എല്ലാ ഡിസാസ്റ്റർ പ്രതികരണങ്ങളെയും കോർഡിനേറ്റ് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് ആരുടേത്? ഇൻസിഡന്റ് കമാൻഡറിന്റേത്. അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഇൻസിഡന്റ് കമാൻഡറിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എല്ലാ ഫ്രീ കമാൻഡ്സ് ആണ് അല്ലെ. ഫ്രീ കമാൻഡ് പുറപ്പെടുവിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. എല്ലാ
ഓവറോൾ ഡിസാസ്റ്റർ റെസ്പോൺസ് എല്ലാ പ്രതികരണങ്ങൾക്കും മറുപടി നൽകുന്നത് ആരാണ്? ഇൻസിഡന്റ് കമാൻഡർ ആയിരിക്കും. അതാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ആൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഫിസിഷ്യൻ വിത്ത് എമർജൻസി മെഡിക്കൽ സർവീസ്. ആൻ എമർജൻസി മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഫിസിഷ്യൻ, അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഫിസിഷ്യൻ എവിടെ വർക്ക് ചെയ്യുന്നു? എമർജൻസി മെഡിക്കൽ സർവീസിലേക്ക് വർക്ക് ചെയ്യുന്നതാണ് അവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം ഇൻസിഡന്റ് കമാൻഡർ കൊടുക്കുകയാണ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്ന ഫിസിഷ്യനോട് എമർജൻസി മെഡിക്കൽ സർവീസിലേക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇൻസിഡന്റ് കമാൻഡർ ആണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നത്. ആരൊക്കെ എവിടേക്ക് വർക്ക് ചെയ്യണം, എവിടേക്ക് അപ്പോയിന്റ് ചെയ്യണം എന്നൊക്കെ തീരുമാനം എടുക്കുന്നത് ആരാണ്? ഇൻസിഡന്റ് കമാൻഡറുടെ ഡ്യൂട്ടിയാണ്. അദ്ദേഹമാണ് എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലായോ പറഞ്ഞത്? ഡിസാസ്റ്റർ ആക്ടിവേഷനും ഇൻസിഡന്റ് കമാൻഡറും. മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, ഇപ്പൊ നമ്മള് ഒന്നുകൂടി പറയണോ? ഡിസാസ്റ്റർ ആക്ടിവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിസാസ്റ്റർ ആക്ടിവേഷൻ എന്ന് വെച്ചാൽ ഡിസാസ്റ്റർ തുടങ്ങിയ സമയത്ത് അലർട്ടേഷൻ കൊടുക്കണം അല്ലെ? നമ്മള് കമ്മിറ്റിക്ക്, ഡിസാസ്റ്റർ കമ്മിറ്റിക്ക്, സ്റ്റാഫുകൾക്ക്, മറ്റു ഫെസിലിറ്റീസിലേക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു? ഡിസാസ്റ്റർ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു അലർട്ടേഷൻ കൊടുക്കണം അല്ലെ? ആ ഒരു മെസ്സേജ് അനൗൺസ്മെന്റിലൂടെ അത് നമ്മൾ പാസ് ചെയ്യും. ഓക്കെ, എല്ലാ ഏരിയാസിലേക്കും അത് പാസ് ചെയ്യും. അതാണ് ഡിസാസ്റ്റർ ആക്ടിവേഷൻ എന്ന് പറയുന്നത്. ഇൻസിഡന്റ് കമാൻഡർ ഡ്യൂട്ടി എന്താണ്? അദ്ദേഹമാണ് ഫ്രീ കമാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ? എല്ലാ ഡിസാസ്റ്റർ റെസ്പോൺസുകളും കോർഡിനേറ്റ് ചെയ്യുന്നത്, എല്ലാ പ്രതികരണങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നതും അപ്പോൾ കോർഡിനേറ്റ് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് ആരുടേത്? ഇൻസിഡന്റ് കമാൻഡറുടേത്. അപ്പൊ അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഇൻസിഡന്റ് കമാൻഡറിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറയുകയാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഫിസിഷ്യൻ വിത്ത് എമർജൻസി മെഡിക്കൽ സർവീസ്. ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഫിസിഷ്യൻ എന്ത് ചെയ്യണം? എമർജൻസി മെഡിക്കൽ സർവീസിൽ എന്താണ് വർക്ക് ചെയ്യുന്നതായിട്ടും വരുന്നത്. അപ്പൊ അതൊക്കെ അനൗൺസ് ചെയ്ത് പറയുന്നത് ആരാണ്? അല്ലെങ്കിൽ കമാൻഡ് പുറപ്പെടുവിക്കുന്നത് ഇൻസിഡന്റ് കമാൻഡർ ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? നമ്മൾ ഇൻസിഡന്റ് കമാൻഡർ പറഞ്ഞു. ഇനി ഇൻസിഡന്റ് സ്റ്റാഫുകളുടെ ഡ്യൂട്ടി എന്താണ്? ഇൻസിഡന്റ് സ്റ്റാഫ് ഡ്യൂട്ടി ആദ്യം പറഞ്ഞതിൽ എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയണേ. ക്ലിയർ ആയില്ലെങ്കിൽ പറയണോ കേട്ടോ. ഓക്കെ, ആ ഇൻസിഡന്റ് സ്റ്റാഫ് ഒന്ന് വായിച്ചു നോക്കിയേ നിങ്ങള്. ഇൻസിഡന്റ് സ്റ്റാഫ് എന്താണ്? ഇൻസിഡന്റ് സ്റ്റാഫിന്റെ പർപ്പസ് എന്ന് പറയുന്നത് the purpose of the incident staff is to providing the hospital IC with enough manpower to meet all her responsibilities in conducting the disaster relief operation. So incident സ്റ്റാഫുകളുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ അവർ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? കണ്ടക്ടിങ് റിലീഫ് ഓപ്പറേഷൻസ് അല്ലെ? അതായത് ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ ഉത്തരവാദിത്വവും നിറവേറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ജീവനക്കാരാണ് ആരാ? ഇൻസിഡന്റ് സ്റ്റാഫുകൾ എന്ന് പറയുന്നത് അല്ലെ? അതായത് ഒരു മാൻ പവർ എന്ന് പറയുന്ന ആരാണ്? ഇൻസിഡന്റ് IC എന്ന് പറയുന്നത് തന്നെ ഇൻസിഡന്റ് കമാൻഡ് സ്റ്റാഫുകളാണ് അല്ലെ? ഇൻസിഡന്റ് സ്റ്റാഫുകളാണ് അവിടെ മാൻ പവർ എന്ന രീതിയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ ഒരുപാട് ജീവനക്കാരെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാ ഉത്തരവാദിത്തവും നിറവേറ്റുന്നതിന് ആവശ്യമായ ജീവനക്കാരെ ICക്ക് പ്രൊവൈഡ് ചെയ്യണം അല്ലെ? അതായത് ഡിസാസ്റ്റർ റിലീഫ് ഓപ്പറേഷൻസ് കൈകാര്യം ചെയ്യുന്നതിനുള്ള ഇൻസിഡന്റ് സ്റ്റാഫുകളാണ് അവിടെ ആവശ്യമായി വരുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ ധാരാളം ഒന്നോ രണ്ടോ അല്ല, ഇനഫ് മാൻ പവർ ആവശ്യമായി വരുന്നുണ്ട്. ഇനഫ് സ്റ്റാഫുകൾ അവിടെ ആവശ്യമായി വരുന്നുണ്ട്. ഓക്കെ, ഏത് സമയത്ത്? ഡിസാസ്റ്റർ റിലീഫ് ഓപ്പറേഷൻസ് അല്ലെ? കണ്ടക്ടിങ് ദ ഡിസാസ്റ്റർ റിലീഫ് ഓപ്പറേഷന്റെ സമയത്ത് ഇനഫ് മാൻ പവർ അവിടെ ആവശ്യമായി വരുന്നുണ്ട്. ഇനഫ് മാൻ പവർ അല്ലെങ്കിൽ ഇൻസിഡന്റ് സ്റ്റാഫുകൾ അവിടെ ആവശ്യമായി വരുന്നുണ്ട്. ഓക്കെ, ഇനി ഈ സ്റ്റാഫുകൾ നമ്മള് ഒരു 7 പൊസിഷൻസിലാണ് ഇവരെ നമ്മൾ നിർത്താൻ പോകുന്നത്. ഒരു 7 പൊസിഷൻ ഉണ്ട്. ഈ
ഇൻസിഡന്റ് സ്റ്റാഫുകൾക്ക് പ്രധാനമായിട്ടും 7 പൊസിഷൻസ് അവിടെ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? സ്റ്റാഫ് കംപ്രസിംഗ് ദ 7 പൊസിഷൻ മോസ്റ്റ് ആപ്റ്റ് ഫോർ എ മീഡിയം സൈസ് ഡിസാസ്റ്റർ. അതായത് ഇപ്പൊ ഒരു മീഡിയം സൈസ് ഡിസാസ്റ്റർ സംഭവിച്ചാൽ, ഒരു ഇടത്തരം ദുരന്തം ഉണ്ടായി കഴിഞ്ഞാലും എന്താണ്, ഈ ഒരു 7 പൊസിഷൻസിലായിരിക്കും ഇൻസിഡന്റ് സ്റ്റാഫുകളെ നിലനിർത്തുന്നത്. അതായത് അത് ഏതൊക്കെയാണ് ആ പൊസിഷൻസ് എന്ന് പറയുന്നത്? ഒന്ന് പ്ലാനിംഗ് പൊസിഷൻ, ദെൻ ലോജിസ്റ്റിക് പൊസിഷൻ, ഓപ്പറേഷൻസ്, ഫിനാൻസ്, പബ്ലിക് റിലേഷൻസ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആൻഡ് ലൈസൻസ്. ഓക്കെ, അപ്പൊ ഇൻസിഡന്റ് സ്റ്റാഫുകൾ 7 പൊസിഷൻസിലായിരിക്കും ഒരു മീഡിയം സൈസ് ഡിസാസ്റ്റർ, അതായത് ഒരു ഇടത്തരം ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു 7 പൊസിഷൻസിലായിരിക്കും ആ സ്റ്റാഫുകൾ അവിടെ നിയമിക്കുന്നത്. അപ്പൊ പ്ലാനിങ്ങിൽ ഇൻസിഡന്റ് സ്റ്റാഫുകൾ ഉണ്ടാവും, ലോജിസ്റ്റിക്കൽ ഇൻസിഡന്റ് സ്റ്റാഫുകൾ ഉണ്ടാവും, ഓപ്പറേഷൻസില്, ഫിനാൻസില്, പബ്ലിക് റിലേഷൻസില്, സേഫ്റ്റി സെക്യൂരിറ്റി ആൻഡ് ലൈസൻസിൽ വരെ എന്താണ് ഇൻസിഡന്റ് സ്റ്റാഫുകൾ ഈ ഒരു പൊസിഷൻസിലായിരിക്കും ആ സ്റ്റാഫുകളെ ഡിസാസ്റ്റർ സിറ്റുവേഷൻസിൽ നിലനിർത്തുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് ആ പൊസിഷൻസ് പറഞ്ഞ ഇൻസിഡന്റ് സ്റ്റാഫുകളുടെ പൊസിഷൻസ് ഏതൊക്കെയാണ്? പ്ലാനിംഗ്, ലോജിസ്റ്റിക്സ്, ഓപ്പറേഷൻസ്, ഫിനാൻസ്, പബ്ലിക് റിലേഷൻ, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആൻഡ് ലൈസൻസ്. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ച പ്രീ ഡിസാസ്റ്റർ ഫേസിൽ നമ്മളിത് പഠിച്ചിരുന്നല്ലേ? ഇൻസിഡന്റ് കമാൻഡ് ഫങ്ഷൻസ് പഠിച്ചിരുന്ന സമയത്ത് ഈ ഫങ്ഷൻസ് എല്ലാം പറഞ്ഞിരുന്ന പൊസിഷൻസ് എല്ലാം നമ്മൾ പറഞ്ഞിരുന്നതാണ് അല്ലെ? ഓക്കെ, യെസ്. ആ പൊസിഷൻസ് അനുസരിച്ചിട്ടായിരിക്കും അവിടെ ഇൻസിഡന്റ് സ്റ്റാഫുകളെ ആ സിറ്റുവേഷൻസിൽ നിലനിർത്തുന്നത്. ഓക്കെ, ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? ഇൻസിഡന്റ് സ്റ്റാഫിന്റെ ഡ്യൂട്ടീസ് എന്താണെന്നുള്ളത്, അവരുടെ പൊസിഷൻസ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഡിസാസ്റ്റർ ആക്ടിവേറ്റഡ് ആയ സമയത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, ആക്ടിവേഷൻ ആയി ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞു അപ്പൊ നടക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, യെസ്, ക്ലിയർ ആണെങ്കിൽ അടുത്ത ഭാഗം നോക്കാം. ഏതാണോ ഫസ്റ്റ് ഒന്നുകൂടെ പറയാൻ പറഞ്ഞത്? പർപ്പസ് ഓഫ് ഇൻസിഡന്റ് സ്റ്റാഫ് ആണോ? ഇൻസിഡന്റ് സ്റ്റാഫിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിലീഫ് ഓപ്പറേഷൻസ് കൈകാര്യം ചെയ്യുക, ഡിസാസ്റ്റർ റിലീഫ് ഓപ്പറേഷൻസ് കൈകാര്യം ചെയ്യുക എന്നതാണ് അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അല്ലെ? അവിടെ ആവശ്യത്തിലധികം ജീവനക്കാർ ആവശ്യമായി വരുന്നുണ്ട് അല്ലെ? ICBക്ക് ഇനഫ് മാൻ പവർ എന്ന് പറയുന്നതാണ് എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റുന്നതിനായിട്ട് ആവശ്യത്തിൽ കൂടുതൽ അവിടെ ജീവനക്കാർ ആവശ്യമായി വരുന്നുണ്ട്. IC സ്റ്റാഫുകൾ അവിടെ ആവശ്യമായി വരുന്നുണ്ട്. അപ്പോൾ ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് റിലീഫ് ഓപ്പറേഷൻസിൽ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരുപാട് സ്റ്റാഫുകളെ അല്ലെങ്കിൽ ഇനഫ് മാൻ പവർ ആവശ്യമായി അവിടെ വരുന്നത്. അവരുടെ പൊസിഷൻ 7 പൊസിഷൻസ് ആണ് പിന്നീട് നമ്മൾ പറഞ്ഞത്. ഈ എല്ലാ പൊസിഷൻസിലും അവർ വർക്ക് ചെയ്യുന്നുണ്ടോ ഈ ഇൻസിഡന്റ് സ്റ്റാഫുകൾ? പ്ലാനിംഗ് പൊസിഷൻസിൽ, ലോജിസ്റ്റിക്കൽ, ഓപ്പറേഷൻസിൽ, ഫിനാൻസിൽ, സെക്യൂരിറ്റിയിലൊക്കെ എന്താണ് ഇൻസിഡന്റ് സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ടാകും. അത് അവരുടെ പൊസിഷൻസ് ആണത്. ഓക്കെ, മനസ്സിലായോടോ? Then when disaster strikes, ദുരന്തം ഉണ്ടായി കഴിഞ്ഞാല് എന്താണ് when disaster strikes, activities in hospital, ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്നത് നോക്കാം. When disaster strikes, activities in hospital, authorized individuals are called to declare a Dr. Major, CEO, medical director, nursing director, senior physician implements the disaster plan. Police and fire departments are informed. അതായത് ഡിസാസ്റ്റർ ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാല് എന്താണ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഇൻഡിവിജ്വൽസ് അല്ലെ? ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽസ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണെങ്കിലും നഴ്സിംഗ് ഡയറക്ടർ ആവാം, CEO ആവാം, മെഡിക്കൽ ഓഫീസർ ആവാം, മെഡിക്കൽ ഡയറക്ടർ ആവാം, സീനിയർ ഫിസിഷ്യൻ ആവാം. അവരായിരിക്കും പോലീസിനെയും ഫയർ ഡിപ്പാർട്ട്മെന്റ്സിനെയൊക്കെ ഇത്തരത്തിൽ ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലേക്കും ഇൻഫോർമേഷൻ പോകും അല്ലെ? നഴ്സിംഗ് ഡയറക്ടർ, സീനിയർ ഫിസിഷ്യൻ ഇംപ്ലിമെന്റ്സ്, ഡിസാസ്റ്റർ പ്ലാൻ, പോലീസ് ആൻഡ് ഫയർ ഡിപ്പാർട്ട്മെന്റ്സ് ആർ ഇൻഫോർമഡ്. കൃത്യമായിട്ട് ഇൻഫോർമേഷൻ അവിടെ എത്തിക്കുന്ന പ്ലാൻ ആക്ടിവേറ്റഡ് ആയെന്നുള്ള ഇൻഫോർമേഷൻ
ഇൻഫർമേഷൻ അവിടെ എത്തിക്കുന്നു. ദെൻ ഒരു ടെലിഫോൺ ഓപ്പറേറ്റർ ആയിരിക്കും ഇത് അനൗൺസ് ചെയ്യുന്നത്. ടെലിഫോൺ ഓപ്പറേറ്റർ അനൗൺസ് ചെയ്യും. ഡോക്ടർ മേജർ എന്നൊരു കോഡാണ് കേട്ടോ അത്. ഡോക്ടർ മേജർ എന്നൊരു കോഡാണത്. ഡോക്ടർ മേജർ എന്നൊരു കോഡ് 3 times, അതിങ്ങനെ 3 പ്രാവശ്യം 30 seconds ഫോർ പീരീഡ് ഓഫ് 3 minutes. എത്ര പ്രാവശ്യമാണ് അത് വിളിക്കുന്നത്? 3 times. എവറി 30 seconds കൂടുമ്പോൾ 3 times പീരീഡ് ഓഫ് 3 minutesന്റെ ഇടയിൽ ഇങ്ങനെ എന്താണ് ഡോക്ടർ മേജർ എന്നവരിങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഡോക്ടർ മേജർ എന്ന് പറഞ്ഞ അനൗൺസ്മെന്റ് എന്തിനു വേണ്ടിയാണ്? ഡിസാസ്റ്റർ ട്രൈറ്റ് ആരംഭിച്ചു എന്ന അലേർട്ടേഷൻ കോഡാണ് എന്ത് ഡോക്ടർ മേജർ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ 3 times every 30 seconds ഫോർ പീരീഡ് ഓഫ് 3 minutes ഇങ്ങനെ അവര് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ടെലിഫോൺ ഓപ്പറേറ്റർ അത് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഓരോന്നും ശ്രദ്ധിക്കണേ. അതിനുശേഷം എന്താണ്? അനൗൺസ് ചെയ്തതിനു ശേഷം physicians and other staff who are off duty are recalled. ഇനി ഫിസിഷ്യൻസും മറ്റു സ്റ്റാഫുകൾ എന്താണ് ഡ്യൂട്ടിയിൽ തിരിച്ചു പോയവരെന്താണ് തിരിച്ചു വിളിക്കണം അല്ലെ, അവരെയൊക്കെ റീകോൾ ചെയ്യും. ഇപ്പൊ എന്താണ് എമർജൻസി സിറ്റുവേഷൻ ആക്ടിവേറ്റഡ് ആയപ്പോൾ ഒത്തിരി സ്റ്റാഫുകളും ഫിസിഷ്യൻസ് ഒക്കെ ആവശ്യമായി വരുന്നത് കൊണ്ട് തന്നെ എന്താണ് അവരെ നമ്മൾ റീകോൾ ചെയ്തിരിക്കണം, തിരിച്ചു വിളിച്ചിരിക്കുക. all departments implement established procedures. പിന്നെന്താണ് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എന്താണ് നമ്മുടെ പ്ലാൻ ആക്ടിവേഷൻസ് ആരംഭിക്കും അല്ലെ. എല്ലാ പ്രൊസീജിയേഴ്സും ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പ്രൊസീജിയേഴ്സും ഉടനടി തന്നെ എന്താണ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ആരംഭിക്കുന്നു. ഓക്കെ, യെസ്, ഫിസിഷ്യൻ ആൻഡ് അതർ സ്റ്റാഫ്സിനെ അല്ലെ, ഫിസിഷ്യനെയും അല്ലാതെ സ്റ്റാഫിനെയും ഡ്യൂട്ടിയിലേക്ക് റീകോൾ ചെയ്യുന്നു അല്ലെ, തിരിച്ചു വിളിക്കുന്നു. ദെൻ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് എന്താണ് ആ പ്രൊസീജിയേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം എന്താണ്? അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? റിട്ടൺ ഇൻസ്ട്രക്ഷൻസ് ആർ, ഇതിങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ കേട്ടോ. റിട്ടൺ ഇൻസ്ട്രക്ഷൻസ് ആർ given for manning important areas to medical staff and house officers by a designated staff. ഇനി ഒരു റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. ആർക്കാണ് കൊടുക്കേണ്ടത് റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ്? റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് ആർ given for manning important areas. മാനിങ് ഇമ്പോർട്ടന്റ് ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് മാനിങ് ഏരിയാസ് എന്ന് പറയുന്നത്? അതായത് നമ്മുടെ സർജറിക്കൽ ഏരിയാസ്, ജനറൽ ഏരിയാസ്, അതുപോലെ തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ ഏരിയാസിലേക്കും എന്ത് കൊടുക്കുന്നു? ഇമ്പോർട്ടന്റ് ഏരിയാസിലെ മെഡിക്കൽ സ്റ്റാഫ് ആൻഡ് ഹൗസ് ഓഫീസർ ബൈ എ ഡെസിഗ്നേറ്റഡ് സ്റ്റാഫ്. ഒരു റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക അല്ലെ. ഒരു ഡെസിഗ്നേറ്റഡ് സ്റ്റാഫ്, അതായത് നിയുക്ത സ്റ്റാഫിനെ കൊണ്ട് റിട്ടേൺ ആയിട്ടുള്ള ഒരു നിർദ്ദേശങ്ങള് ആർക്ക് കൊടുക്കുന്നു? പ്രധാനപ്പെട്ട എല്ലാ ഏരിയാസിലേക്കും ഡെസിഗ്നേറ്റഡ് സ്റ്റാഫ് വഴി എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, instructions are given for non-important areas to medical staff and house officers by a designated staff. അപ്പൊ എല്ലാ ഇമ്പോർട്ടന്റ് ഏരിയാസിലും മെഡിക്കൽ സ്റ്റാഫുകൾക്കും ഹൗസ് ഓഫീസേഴ്സിനും എന്താണ് റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് ഡെസിഗ്നേറ്റഡ് സ്റ്റാഫ് വഴി അത് കൊടുക്കുകയാണ്. ഓക്കെ, ഇതിനു വേണ്ടിയുള്ള ഡിസാസ്റ്റർ എമർജൻസി സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള ഒരു അലർട്ടേഷന്റെ ഒരു പ്രൊസീജിയർ ആണ്. ഓക്കെ, അവിടെ വരെ മനസ്സിലായോ നിങ്ങൾക്ക്? ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. യെസ്, നിങ്ങൾ എസ് പറയുന്നതുകൊണ്ടാണ് അടുത്ത പോയിന്റ് ഞാൻ പറയുന്നത്. അങ്ങനെ റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു. അതിനുശേഷം എന്താ വരുന്നത്? സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ്. ഇനി റിട്ടേൺ ഇൻസ്ട്രക്ഷൻ കൊടുത്ത ഏരിയാസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്താണ്? ഇനി സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ട കുറച്ച് സ്ഥലങ്ങളുണ്ട് അല്ലെ. അതായത് എവിടെയാണ് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ടത്? ഡിസാസ്റ്റർ ഉണ്ടായി കഴിയുമ്പോ are given to disaster chief, അതുപോലെ ചീഫ് ഓഫ് എമർജൻസി റൂം, ട്രയേജ് ഏരിയ, എമർജൻസി വെയിറ്റിംഗ് റൂം, സ്റ്റാഫ് ഹോൾഡിംഗ് റൂം, ഇമോഷണലി ഡിസ്റ്റർബ്ഡ് പേഷ്യൻസ് ഏരിയ, റിലേറ്റീവ്സ് വെയിറ്റിംഗ് റൂം, അഡ്മിറ്റിംഗ് ഓഫീസറെ ഡിപ്പാർട്ട്മെന്റ്, ബ്ലഡ് ബാങ്ക് ആൻഡ് CSST. അപ്പൊ ഇതൊക്കെ സ്പെഷ്യലൈസ്ഡ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ട ഏരിയ ആണ് അല്ലെ, പ്രധാനപ്പെട്ട ഏരിയാസ് ആണ്. അവിടേക്ക് എന്താണ് പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, സ്പെഷ്യലൈസ്ഡ് ഇൻസ്ട്രക്ഷൻസ് അവിടെ
പ്രൊവൈഡ് ചെയ്യുക, ഡിസാസ്റ്റർ ആരംഭിച്ചു എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻസ് അവർക്ക് കൊടുക്കുക. എവിടേക്കാണ്? ഡിസാസ്റ്റർ ചീഫിന് ചീഫ് എമർജൻസി റൂം, ട്രയേജ് ഏരിയ, എമർജൻസി വെയിറ്റിംഗ് റൂം, സ്റ്റാഫ് ഹോൾഡിംഗ് റൂം, ഇമോഷണലി ഡിസ്റ്റർബ്ഡ് പേഷ്യൻസ് ഏരിയ, അതായത് മെന്റലി പ്രോബ്ലംസ് ഉള്ള ഒരു ഏരിയ അല്ലെ. ദെൻ റിലേറ്റീവ് വെയിറ്റിംഗ് റൂം, അഡ്മിറ്റിംഗ് ഓഫീസറെ ഡിപ്പാർട്ട്മെന്റ്, ബ്ലഡ് ബാങ്ക്, CSST. ഓക്കെ, ഇത്തരം സ്പെഷ്യൽ റൂംസിലേക്ക് ഏരിയാസിൽ എന്താണ് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, യെസ്, മനസ്സിലായോ? സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ഏതൊക്കെ ഏരിയാസിലാണ് കൊടുക്കേണ്ടതെന്ന്? ഓക്കെ, ഇനി സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു, റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു, ഫിസിഷ്യൻസിനെ മദർ സ്റ്റാഫിനെയൊക്കെ റീകോൾ ചെയ്തു, ഡോക്ടർ മേജർ എന്ന ഒരു കോഡ് പുറപ്പെടുവിച്ചു അല്ലെ. പിന്നീട് എന്താണ്? ഈ ചീഫ്സ് ആർ ഡെസിഗ്നേറ്റഡ് ടു കീ ഏരിയാസ്. ചീഫ്സ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട വ്യക്തികളെയൊക്കെ എന്താണ് പ്രമുഖ വ്യക്തികളെയൊക്കെ നമ്മൾ എവിടെയാണ് അസൈൻ ചെയ്യുന്നത്? കീ ഏരിയാസിൽ അല്ലെ. പ്രധാന മേഖലകളിലേക്കാണ് ചില പ്രധാനപ്പെട്ട വ്യക്തികൾ, അതായത് കീ പേഴ്സൺസിനെയൊക്കെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ചീഫ്സ് ആർ അസൈൻഡ് ടു കീ ഏരിയാസ്. പ്രധാന മേഖലകളിലേക്ക് ചീഫുകളെ നിയോഗിക്കുന്നു. ഇമ്പോർട്ടന്റ് ഏരിയാസിലേക്ക്, എന്താണ് പ്രധാനപ്പെട്ട ഏരിയാസിലേക്ക് നമ്മൾ ചീഫ് മെമ്പേഴ്സിനെ ആയിരിക്കും അലോട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം എന്താണ്? സെക്യൂരിറ്റി ആൻഡ് സപ്പോർട്ട് പേഴ്സണൽ കൺട്രോൾ ദ ട്രാഫിക്. സെക്യൂരിറ്റി ആൻഡ് സപ്പോർട്ട് പേഴ്സണൽ കൺട്രോൾ ദ ട്രാഫിക്. അവിടെ ഒരു ഡോട്ട് ഉണ്ട് കേട്ടോ, ഇതൊരു ഡോട്ട് ഉണ്ട് ട്രാഫിക് കഴിഞ്ഞിട്ട്. അപ്പൊ ട്രാഫിക് കൺട്രോൾ ചെയ്തത് ആരാണ്? സെക്യൂരിറ്റി ആൻഡ് സപ്പോർട്ട് പേഴ്സൺസ് ആയിരിക്കും അല്ലെ. സെക്യൂരിറ്റി സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? സെക്യൂരിറ്റി പേഴ്സൺസ്, സെക്യൂരിറ്റി സ്റ്റാഫുകളായിരിക്കും അവിടുത്തെ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നത്. അതായത് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരായിരിക്കുള്ളൂ അവിടുത്തെ ട്രാഫിക്കുകള് നിയന്ത്രിക്കുന്നത്, ഡിസാസ്റ്റർ ടൈമിലുള്ള സ്റ്റാഫ് ട്രാഫിക്കുകളെ നിയന്ത്രിക്കുന്നത്. ഓക്കെ, പിന്നീട് ട്രയേജ് ഈസ് ഇനിഷ്യേറ്റഡ് നെക്സ്റ്റ് ടു ആംബുലൻസ് എൻട്രൻസ്. ട്രയേജ് ഏരിയ ഏത് ഏരിയയുടെ അടുത്തായിരിക്കും? ട്രയേജ് ഈസ് ഇനിഷ്യേറ്റഡ് നെക്സ്റ്റ് ടു ആംബുലൻസ് എൻട്രൻസ് അല്ലെ. ആംബുലൻസിന്റെ തൊട്ടടുത്ത് തന്നെയായിരിക്കും എന്താ ട്രയേജ് ഏരിയ ഇനീഷ്യേറ്റീവ് എടുത്ത്, അല്ലെങ്കിൽ ട്രയേജ് ഏരിയയുടെ തൊട്ടടുത്ത് തന്നെയായിരിക്കും ആംബുലൻസ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കുക. ഓക്കെ, ആംബുലൻസ് എൻട്രൻസിന്റെ അടുത്ത് തന്നെയായിരിക്കും എന്താ ട്രയേജിൽ ഏരിയാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, security and support personnel control the traffic. സെക്യൂരിറ്റി സപ്പോർട്ട് പേഴ്സണൽസ് ആണ് ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് ട്രയേജ് ഏരിയയുടെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുകയാണ്, ആംബുലൻസ് എൻട്രൻസിന് തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്ന ട്രയേജ് ഏരിയ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അവിടം വരെ മനസ്സിലായോ ഉള്ളത്? നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? ഡിസാസ്റ്റർ സംഭവിച്ച സമയത്ത് അല്ലെ, ഡിസാസ്റ്റർ ആക്ടിവേറ്റഡ് ഹോസ്പിറ്റൽ ആയ സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ലാസ്റ്റ് കഴിയുമ്പോൾ ഞാൻ ചോദിക്കോട്ടെ, ഇത് അങ്ങനെ തന്നെ നിങ്ങൾ പറയണം. ഓരോന്നോരോ സ്റ്റെപ്പ് ആയിട്ട് തന്നെ പറയണേ. ഓക്കെ, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടോ? വേണമെങ്കിൽ ചോദിക്കാം. സെക്യൂരിറ്റിയോ? ഇത് മനസ്സിലായല്ലോ. സെക്യൂരിറ്റി സപ്പോർട്ട് പേഴ്സണലുകളായിരിക്കും, സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരായിരിക്കും അവിടുത്തെ ട്രാഫിക്കുകൾ കൺട്രോൾ ചെയ്യുന്നത് ഡിസാസ്റ്റർ എമർജൻസി നടക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ എന്താണ് ആംബുലൻസ് എൻട്രൻസിന്റെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്ന ട്രയേജ് ഏരിയ ഉണ്ടായിരിക്കുക. ഓക്കെ, മനസ്സിലായോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ചോദിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പറയട്ടെ, ട്രയേജ് ഇൻസ്ട്രക്ഷൻസ് പറയട്ടെ. ട്രയേജ് ഇൻസ്ട്രക്ഷൻസ്. യെസ്, അപ്പൊ ഡിസാസ്റ്റർ സംഭവിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ധാരണയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, നമുക്കത് മനസ്സിലാവാൻ പെട്ടെന്ന്. അപ്പൊ ഡിസാസ്റ്റർ എമർജൻസി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ
ട്രയേജ് ഇൻസ്ട്രക്ഷൻസ് പ്രത്യേകം എന്താ പറയുന്നത്? ഡു നോട്ട് അലോ കാഷ്വാലിറ്റീസ് ടു പൈൽ അപ്പ്, sort patients rapidly, tag them appropriately, route to appropriate treatment areas. അപ്പൊ ട്രയേജ് ഇൻസ്ട്രക്ഷൻ, ട്രയേജ് നിർദ്ദേശങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇതൊക്കെയാണ് ഡു നോട്ട് അലോ കാഷ്വാലിറ്റി പൈലപ്സ്. കാരണം ഡു നോട്ട് അലോ കാഷ്വാലിറ്റി പൈലപ്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഓരോ കേസുകൾ ഇങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ, എന്താണ് മിനിറ്റ്സിനകം ഇങ്ങനെ പെട്ടെന്ന് ഓരോ കേസസ് വന്നുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ. ഓരോ പേഷ്യൻസ് ഇങ്ങനെ ക്രിട്ടിക്കൽ ആയിട്ടും അല്ലാതെ ഇഞ്ചേർഡ് ആയിട്ട് നോൺ ഇഞ്ചേർഡ് ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവരുടെ ഈ കാഷ്വാലിറ്റി ഈ കേസസുകൾ ഇങ്ങനെ കുന്നുകൂടാതെ, പൈലപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുന്നുകൂടി കിടക്കാതെ ഇത് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, പെട്ടെന്ന് കാഷ്വാലിറ്റി പേഷ്യൻസിന് പെട്ടെന്ന് തന്നെ നമ്മൾ നോക്കി മാറ്റേണ്ടതാണ്. അല്ലെങ്കിൽ എന്താണ് ഓരോരുത്തർ ഇങ്ങനെ നമ്മളെ കൊടുത്തിരിക്കുന്നത്, അപ്പൊ കുന്നുകൂടാനുള്ള ഒരു ചാൻസ് അവിടെ സംഭവിക്കുന്നു. ഓക്കെ, അപ്പൊ കാര്യകാരണങ്ങൾ കുന്നുകൂടാനായിട്ട് അനുവദിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഓരോ കേസ് വരുമ്പോൾ ആ ഒരു ട്രയേജ് പേഷ്യൻസ് വരുമ്പോൾ അവരുടെ സിവിയർ കണ്ടീഷൻസ് നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അതർ ഏരിയാസിലേക്ക് പേഷ്യൻസിനെ മാറ്റണം. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതിനുശേഷം എന്താണ്, സോർട്ട് പേഷ്യന്റ് റാപ്പിഡലി. നെക്സ്റ്റ് സ്റ്റെപ്പാണ് പേഷ്യന്റിനെ നമ്മൾ സോർട്ട് ചെയ്യുന്നത് അല്ലെ, ഡിവൈഡ് ചെയ്യണം പേഷ്യൻസിനെ. എമർജൻസി കൂടിയത് ആർക്കാണ്, ഏത് കോംപ്ലിക്കേഷൻസ് ഉള്ളവർ ആർക്ക്, സിവിയറിറ്റി നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പേഷ്യന്റിനെ നമ്മൾ സോർട്ട് ചെയ്ത് മാറ്റും പെട്ടെന്ന് തന്നെ അല്ലെ. പെട്ടെന്ന് എമർജൻസി സിറ്റുവേഷൻ ആണെന്ന് അതേ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും അല്ല അവിടെ നടക്കുന്നത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് തന്നെ പേഷ്യന്റിനെ സോർട്ട് ചെയ്യുന്നു. സോർട്ട് പേഷ്യൻസ് റാപ്പിഡലി. രോഗികളെ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ രോഗികളെ ഇങ്ങനെ അടുക്കി മാറ്റുന്നു. ഇതൊക്കെ ട്രയേജ് ഇൻസ്ട്രക്ഷൻസ് ആണ് പറയുന്നത്, ശ്രദ്ധിക്കണേ. ഡു നോട്ട് അലോ കാഷ്വാലിറ്റി ടു പൈൽ അപ്പ്, then sort patients rapidly. പേഷ്യൻസിനെ സോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് മാറ്റുന്നു. പിന്നെന്താണ്, സോർട്ട് ചെയ്ത പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ടാഗ് ദം അപ്രോപ്രിയേറ്റ്ലി. അവർക്ക് എന്ത് ചെയ്യുന്നു, ടാഗ് എന്താണ്, ലേബിൾ ചെയ്യാണ്. ഏതൊക്കെ പേഷ്യന്റ് ആണെന്നുള്ളത് അവർക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള ലേബിൾ കൊടുക്കും. ചിലപ്പോൾ കയ്യിലോ അല്ലെങ്കിൽ കഴുത്തിലോ ഒക്കെ എന്താണ് അവരുടെ പേരും അല്ലെങ്കിൽ എപ്പോ അഡ്മിറ്റ് ആയെന്നുള്ള ടൈമൊക്കെ അടങ്ങി ടാഗ് അവർക്ക് ഓരോ പേഷ്യൻസിനായിട്ട് അത് കണക്ട് ചെയ്യും. കയ്യിലത്തെ ബാഡ്ജോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാഡ്ജ് ആയിരിക്കും മിക്കവാറും ഇടുന്നത് അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റിക്കർ ഒട്ടിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അവരെ പ്രത്യേകമായിട്ട് ടാഗ് ആരാണെന്നുള്ളത് കൃത്യമായി തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ഉചിതമായിട്ട് അവരെ ടാഗ് ചെയ്യുന്നു. പിന്നെന്താണ് ചെയ്യുന്നത്, ടാഗ് ചെയ്തതിനു ശേഷം ഈ പേഷ്യൻസിന് എന്ത് ചെയ്യുന്നു, റൂട്ട് ടു അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് ഏരിയാസ് അല്ലെ, റൂട്ട് ടു അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് ഏരിയാസ്. പിന്നെ അവരെ എങ്ങോട്ടേക്കാണ് മാറ്റുന്നത്, ലോ ക്ലാസ്സിലെല്ലാവരും ടാഗ് ചെയ്ത പേഷ്യൻസിനെ എങ്ങോട്ടേക്കാണ് മാറ്റുന്നത്, ശ്രുതിയാക്കി എങ്ങോട്ടേക്കാണ് മാറ്റുന്നത് ടാഗ് ചെയ്ത പേഷ്യൻസിനെ, റൂട്ട് ടു അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് ഏരിയാസ്. യെസ്, ട്രീറ്റ്മെന്റ് ഏരിയയിലേക്ക്. ഏതൊക്കെ പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് എവിടേക്കാണ്, ഏതൊക്കെ ഏരിയയിലേക്കാണ് കൊണ്ടുപോകുന്നത്, ഐസിയു കൊണ്ടുവരുന്ന പേഷ്യന്റിന്റെ ഐസിയുയിലേക്ക്, അല്ലെങ്കിൽ ഏതൊക്കെ പേഷ്യൻസിനെ ഇങ്ങോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സമയത്താണ് പേഷ്യൻസിനെ മറ്റു ഏരിയാസിലേക്ക് മാറ്റപ്പെടുന്നത്. ഓക്കെ, ഉചിതമായ മേഖലയിലേക്ക് അവരെ റൂട്ട് ചെയ്തു. യെസ്, അപ്പൊ എന്തൊക്കെയാണ് ട്രയേജ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞല്ലോ, ഒന്ന് പറഞ്ഞേ. ട്രയേജ് ഇൻസ്ട്രക്ഷൻസ് do not allow casualties to pile up. കാര്യകാരണങ്ങളൊക്കെ വ്യക്തമായി തിരിച്ചറിഞ്ഞതിന് ശേഷം എന്താണ്, അത് ഇങ്ങനെ കുന്നുകൂടി കിടക്കാതെ പേഷ്യൻസിന്റെ കേസുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ കുന്നുകൂടാനായിട്ട് അനുവദിക്കരുത് അല്ലെ. എത്രയും പെട്ടെന്ന് തന്നെ പേഷ്യൻസിനെ എന്ത് ചെയ്യണം, സോർട്ട് ചെയ്യണം അല്ലെ. സോർട്ട് പേഷ്യൻസ് റാപ്പിഡലി. പേഷ്യൻസിനെ സോർട്ട് ചെയ്യുക, സോർട്ട് പേഷ്യന്റ് റാപ്പിഡലി. അതിനുശേഷം എന്ത് ചെയ്യണം, ടാഗ് ദം അപ്രോപ്രിയേറ്റ്ലി. അവരെ കൃത്യമായി ലേബിൾ ചെയ്യുക അല്ലെ, അവരുടെ പേര് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങി കൃത്യമായിട്ട് ടാഗ് ചെയ്യുക. അതിനുശേഷം അതർ ട്രീറ്റ്മെന്റ് ഏരിയാസിലേക്ക് അവരെ കൊണ്ടുപോകുന്നു. റൂട്ട് ടു അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് ഏരിയാസ്. ഓക്കെ ആണോ? ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ്, ഡിസാസ്റ്റർ സംഭവിച്ചു, ഓരോ എന്താണ് ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ അതിനെ പറ്റിയുള്ള ഇൻഫോംസ് കൊടുത്തു. പിന്നെ എന്താണ്, ഓപ്പറേറ്റർ അനൗൺസ് ചെയ്തു അല്ലെ, ഡോക്ടർ മേജർ എന്ന അനൗൺസ്മെന്റ് കൊടുത്ത്
ഡിസാസ്റ്റർ ആക്ടിവേറ്റഡ് ആയി. എങ്ങനെയാണ് എത്ര മിനിറ്റ് കൊടുക്കുന്ന സമയത്ത് അത് എന്ത് ചെയ്തു, ആ മേജർ കോഡ്സ് ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരുന്നു അല്ലെ. 3 times every 30 seconds for 3 minutes. Then അതർ ഫിസിഷ്യൻസിനെ സ്റ്റാഫുകളേക്ക് എന്താണ് റീകോൾ ചെയ്യുന്നത് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലേക്കും ഇംപ്ലിമെന്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ എന്താണ് ഡെസിഗ്നേറ്റഡ് സ്റ്റാഫ് പ്രധാനപ്പെട്ട ഏരിയാസിലേക്ക് റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ട ഏരിയാസ് അല്ലെ, CSFT, ബ്ലഡ് ബാങ്ക്, മറ്റ് റിലേറ്റീവ് ഏരിയ സ്റ്റാഫ് ഹോൾഡറും അവിടേക്ക് എന്താണ് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ചീഫ്സുകൾ എന്ത് ചെയ്യുന്നു, ചീഫ്സ് ആർ അസിഗ്നേറ്റഡ് ടു കീ ഏരിയാസ്. എന്താണ് പ്രധാനപ്പെട്ട ഏരിയാസില് ചീഫ്സുകളെ നിയോഗിക്കുന്നു. പിന്നെ സെക്യൂരിറ്റി സപ്പോർട്ട് പേഴ്സണൽ ആണ് അവരുടെ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് ആംബുലൻസ് സെന്റേഴ്സിന്റെ തൊട്ടടുത്ത് തന്നെയായിരിക്കും ട്രയേജ് ഏരിയ ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ട്രയേജ് ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ് പറഞ്ഞത്, do not allow casualty, pile up, then sort patient rapidly, tag them appropriately, route to appropriate treatment areas. അപ്പൊ ഇത്രയും വരെ എന്താണ് ഡിസാസ്റ്റർ സംഭവിച്ചത് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇപ്പൊ പേഷ്യൻസിനെ ഓരോ ട്രീറ്റ്മെന്റ് ഏരിയസിലേക്ക് നമ്മൾ മാറ്റി. ഇനി ഏതൊക്കെ ട്രീറ്റ്മെന്റ് ഏരിയാസ് ആണ് ഇനി വരുന്നതെന്ന് നോക്കാം. മാറ്റിയ പേഷ്യൻസിനെ ഏതൊക്കെ ട്രീറ്റ്മെന്റ്സിലേക്ക് കൊണ്ടുപോകും, പല ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് കൊണ്ടുപോകേണ്ടി വരും അല്ലെ. ഒരു ഡിസാസ്റ്റർ ആണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെ സംഭവിച്ചു, ഏതൊക്കെ കണ്ടീഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രധാനമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഏരിയാസുകൾ ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, നോക്കാം നമുക്ക് ട്രീറ്റ്മെന്റ് ഏരിയാസ് ഏതൊക്കെയാണെന്ന്. നിങ്ങളുടെ നാട്ടിലൊക്കെ ചൂട് കൂടുന്നുണ്ടോ പിള്ളേരെ? ചൂട് കൂടിയോ? ഇങ്ങനെയാണോ, മഴയാണോ, ചൂടാണോ? ഭയങ്കര ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ക്ലാസ് മാറ്റിയത് അതാണ്. നമ്മുടെ ക്ലാസ്സിൽ ഭയങ്കര ചൂടായിരുന്നു. ചിലരുടെ ക്ലാസ് ഭയങ്കര ചൂടായിരുന്നു, വെന്റിലേഷൻ ഒന്നും ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസം വേറെ ക്ലാസ്സിലായിരുന്നു, അത്രയും വെച്ചുള്ള. ഇപ്പൊ ലാസ്റ്റ് ഇവിടെ ജനലിന്റെ തൊട്ടടുത്താണ്. ഇവിടെ ചെറിയൊരു തോടോ പുഴയോ ഒരു ഇതുണ്ട്, വെള്ളമൊന്നുമില്ല, പക്ഷെ ചെറിയൊരു കാറ്റ്. ക്ലാസ് ഇങ്ങനെ മാറി മാറി വന്നോണ്ടിരിക്കും. ഇനി ഒരു ഏപ്രിൽ മെയ്യോടൊക്കെ നല്ല ചൂടായിരിക്കും പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചൂട് ഓർക്കുന്നില്ല, ഭയങ്കര ചൂടായിരുന്നു. എല്ലാരും നല്ലോണം വെള്ളമൊക്കെ കുടിക്കാട്ടോ. പുറത്തൊക്കെ പോകുമ്പോ സൂക്ഷിക്കുക, സൺസ്ക്രീൻ ഒക്കെ പുരട്ടിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. വെള്ളവും ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കേണ്ട ടൈമാണ്. സൂര്യാഘാതം കേൾക്കാതെയൊക്കെ നോക്കും. ഓക്കെ, യെസ്, ട്രീറ്റ്മെന്റ് ഏരിയാസ് നമുക്ക് നോക്കാം. എമർജൻസി റൂം, ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻസ്, ലൈഫ് ത്രെട്ടനിങ്, ഹെമോറേജ്. എന്താണ് എമർജൻസി റൂം ഏരിയാസ് പറയുന്നുണ്ട്. നമ്മൾ സോർട്ട് ചെയ്ത പേഷ്യൻസിനെ കൊണ്ടുപോയ ഏരിയാസുകളാണ് പറയുന്നത്. എവിടേക്കാണ്? എമർജൻസി റൂം, ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻസ്. എന്താണ് എമർജൻസി റൂമിൽ ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻസ് എന്ന് പറഞ്ഞാല് ഇമ്മീഡിയറ്റ് അറ്റൻഷൻ കൊടുക്കേണ്ട കേസുകളുണ്ട് അല്ലെ. ഇമ്മീഡിയറ്റ് അറ്റൻഷൻ കൊടുക്കേണ്ട അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് അറ്റൻഷൻ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട കേസുകളാണ് എന്ത് ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻസ് എന്ന് പറഞ്ഞാല്. നോട്ട് ചെയ്യാം, ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്മീഡിയറ്റ് ആയിട്ട് അറ്റൻഷൻ കൊടുക്കേണ്ട കേസ്, അറ്റൻഷൻ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട കേസുകളാണ്. പ്രത്യേകിച്ച് ലൈഫ് ത്രെട്ടനിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കി, ജീവന് ഭീഷണിയായത്. അതുപോലെ എന്താണ് ഹെമോറേജ്. ഹെമോറേജ് എന്താണ്? രക്തസ്രാവം, അമിതമായിട്ട് രക്തസ്രാവം ഒക്കെ വരുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് കൊടുക്കണം? നമ്മള് അക്യൂട്ട് ട്രീറ്റ്മെന്റ്, ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതാണ്. ഇതിന് ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇല്ല, കേൾക്കുന്നുണ്ടല്ലോ. ഇവിടെ നിന്ന് ഡ്രില്ല് ചെയ്യുകയാണ് കേട്ടോ അടുത്ത ബിൽഡിങ്ങില്. യെസ്, അപ്പൊ എന്താണ് ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈഫ് ത്രെട്ടനിങ്ങോ അല്ലെങ്കിൽ ഹെമോറേജിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് അല്ലെ, ജീവന ഭീഷണി അല്ലെങ്കിൽ അമിതമായ രക്തസ്രാവം ഉള്ള കണ്ടീഷൻസ് ഉള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും. അതൊക്കെയാണ് എമർജൻസി റൂം ട്രീറ്റ്മെന്റ് ഏരിയാസിൽ വരുന്നത്. ഓക്കെ, സെക്കൻഡ് എന്താണ്? അടുത്ത കാറ്റഗറി. ഇപ്പൊ ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞിട്ട് വരുന്ന പേഷ്യൻസിന്റെ കാറ്റഗറീസ് ആണ് നമ്മൾ പറയുന്നത്. ഏതൊക്കെ ട്രീറ്റ്മെന്റ് വരുന്നു എന്നുള്ളത്. ഓക്കെ, സെക്കൻഡ് എന്താണ്? സർജറി. സീരിയസ് കാഷ്വാലിറ്റീസ്, സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് വരുന്നത് അല്ലെങ്കിൽ ചെസ്റ്റ്, അബ്ഡോമിനൽ ട്രോമ. അബ്ഡോമിനൽ ട്രോമ എന്ന് പറഞ്ഞാൽ എന്താണ്? വയറ് സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ. അതുപോലെ തന്നെ എന്താണ്? ഓപ്പൺ ഫ്രാക്ചേഴ്സ് അല്ലെ, തുറന്ന ഒടിവുകളൊക്കെ ഉണ്ടാവുന്ന
സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ എന്താണ് എത്രയും പെട്ടെന്ന് എന്തുണ്ടാവും സർജറി ആവശ്യമായ തന്നെ കേസസുകളാണ് അതൊക്കെ അല്ലെ. ജസ്റ്റ് അബ്ഡോമിനൽ ട്രോമ ആൻഡ് ഓപ്പൺ ഫ്രാക്ചർ, തുറന്ന ഒടിവുകളൊക്കെ സംഭവിച്ചു, കൈകാലുകളൊക്കെ ഒടിവുകൾ സംഭവിച്ചവർക്കൊക്കെ എന്താണ് എത്രയും പെട്ടെന്ന് തന്നെ സർജറി ആവശ്യമായി വരാം. ഓക്കെ, അടുത്തത് ഡെലിവറി സ്യൂട്ട്. ഡെലിവറി സ്യൂട്ട്, ഡെലിവറി സ്യൂട്ടിൽ എന്താണ് പ്രധാനമായിട്ടും വുമൺ ഇൻ ലേബർ അല്ലെ. വുമൺ ഇൻ ലേബർ, കോംപ്ലിക്കേഷൻസ് ഓഫ് പ്രഗ്നൻസി, ട്രോമാറ്റൈസ്ഡ് പ്രഗ്നന്റ് വുമൺ. ഡെലിവറി സ്യൂട്ടിൽ വരുന്ന എന്തൊക്കെയാണ്? വുമൺ ഇൻ ലേബർ, വുമൺ ഇൻ ലേബർ, then complications of pregnancy, പ്രഗ്നൻസിയിൽ എന്തെങ്കിലും തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലുള്ള പേഷ്യൻസിൽ ഉണ്ടാവാം. അതുപോലെ തന്നെ എന്താണ് ട്രോമാറ്റൈസ്ഡ് പ്രഗ്നന്റ് വുമൺ. ട്രോമാറ്റൈസ്ഡ് പ്രഗ്നന്റ് വുമൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ തന്നെ എന്താണ് പരിക്ക് അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള അവസ്ഥ. അമ്മയ്ക്കും കുഞ്ഞിനും ഒരേ രീതിയിൽ തന്നെ അമിതമായ എന്താണ് ഗുരുതരമായ ഒരു അവസ്ഥ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്ത് ട്രോമാറ്റൈസ്ഡ് പ്രഗ്നന്റ് വുമൺ എന്ന് പറയുന്നത്. കുഞ്ഞിനും അമ്മയ്ക്കും ഒരേപോലെ ഗുരുതരാവസ്ഥയായിരിക്കും, അല്ലെങ്കിൽ എന്താണ് സൈക്കാട്രിക് ആയിട്ടുള്ള പ്രോബ്ലം വരെ ഉണ്ടാകും ഒരേപോലെ തന്നെ അല്ലെ. സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രോഗ്രാംസ് തകരാറുകൾ വരെ ആ ഒരു സിറ്റുവേഷൻസിൽ പ്രഗ്നന്റ് വുമൺസിന് സംഭവിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കേസസുകൾ. ലേബർ കോംപ്ലിക്കേഷൻസ്, പ്രഗ്നൻസിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഒക്കെ എന്താണ് ഡെലിവറി സൂട്ട് ആയിരിക്കും അത് കൈകാര്യം ചെയ്യുന്നത് അല്ലെ. ലേബർ റൂം ആയിരിക്കും അത് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പോൾ എമർജൻസി സിറ്റുവേഷനിൽ ഇപ്പൊ ഡിസാസ്റ്റർ സംഭവിച്ച നേരത്തെ എന്താണ് നമ്മള് വയനാട് ദുരന്തം എടുക്കുമ്പോ അതില് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല, ഒരു ഡോക്ടറെ എഴുതിയിട്ടാണ് എന്താ പറയുക, ഒരാളും പെൺകുട്ടിയുടെ ഗർഭപാത്രം കിട്ടിയെന്ന് പറയുന്നത് അല്ലെ. ടെസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ അതില് ആള് പോസിറ്റീവ് ആയിരുന്നു, പ്രഗ്നന്റ് ആയിരുന്ന ലേഡി ഡിസാസ്റ്റർ സമയത്ത്. വായിച്ചിട്ടുണ്ടോ സുഹൈന? ഓക്കെ, നമ്മുടെ ന്യൂസിൽ ഉണ്ടായിരുന്നതാണ്. അത് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇപ്പൊ അപകടം ഉണ്ടായ സമയത്ത് ഇപ്പൊ ലേബർ കോംപ്ലിക്കേഷൻസ് വന്നിട്ട് ചിലവര് ചിലപ്പോ എന്തെങ്കിലും ആ വയറ്റിലേക്കോ അല്ലെങ്കിൽ ബോഡിയിലേക്ക് എന്തെങ്കിലും വീണതിന് ശേഷം എന്തെങ്കിലും അപകടം പറ്റിയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും. ചിലപ്പോ അമ്മയ്ക്കും കുഞ്ഞിനും ഒരേപോലെ തന്നെ അപകടവും പറ്റിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ എത്തുന്ന കേസസ് ഒക്കെ എന്താണ് ഡെലിവറി സൂട്ട് ആയിരിക്കും അത് കൈകാര്യം ചെയ്യുന്നത്. എനിക്ക് അവിടെ പറ്റാത്ത കാര്യങ്ങളായിരിക്കും ഐസിയുലോട്ടൊക്കെ മാറ്റുന്നത്. ഓക്കെ, ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം അല്ലെ. ഫസ്റ്റ് മന്ത് പ്രഗ്നന്റ് ആയിരുന്നത്, അപ്പൊ അതില് പോസിറ്റീവ് ആയിട്ടാണ് കാണിച്ചിരുന്നത്. ഭയങ്കര കഷ്ടമാണ് അല്ലെ. അടുത്തത് ഐസിയുല്. അടുത്ത ട്രീറ്റ്മെന്റ് ഏരിയ ആണ് എന്താ? ഐസിയു. മെഡിക്കൽ എമർജൻസീസ് ആയിരിക്കും ഐസിയു കൈകാര്യം ചെയ്യുന്നത് അല്ലെ. അതുപോലെ തന്നെ എന്താണ് ഐസിയുല് കൈകാര്യം ചെയ്യുന്ന മറ്റു കാര്യങ്ങളാണ് എന്താ അൺസാൽവേജബിൾ കേസ്. നമ്മുടെ ഫിഫ്ത്ത് പോയിന്റില് ഒരു പോയിന്റ് മാറിക്കിടക്കാണ് കേട്ടോ. ഐസിയുല് അൺസാൽവേജബിൾ കേസസ് ആണ്, അതായത് സന്ദർശിക്കാൻ കഴിയാത്ത കേസസ്, രക്ഷിക്കാൻ കഴിയാത്ത കേസസുകളൊക്കെ ഏതിലാണ് വരേണ്ടത്? ഐസിയുല് വരുന്നത് കേട്ടോ. ഐസിയുലാണത് വരുന്നത്, അത് മാറിക്കിടക്കുകയാണ്. OPD ആണത് കിടക്കുന്നത്. നമ്മളൊന്ന് തിരുത്തി എഴുതണേ. ഇപ്പൊ മെഡിക്കൽ എമർജൻസിയുടെ ഇപ്പുറത്തായിട്ട് എന്ത് എഴുതണം? അൺസാൽവേജബിൾ കേസസ് എന്ന് എഴുതാം. അത് കോപ്പി ചെയ്തിട്ട് OPD ഏരിയയിൽ കിടക്കുന്നത് എന്താണ്? അൺസാൽവേജബിൾ കേസസ് എന്നാണ്. അവിടെ എന്താക്കണം? അവിടെയാണ് എന്ത് വരേണ്ടത്? മൈനർ ഇഞ്ചുറീസും ആംബുലേറ്ററി പേഷ്യൻസ് ഒക്കെ വരേണ്ടത് എവിടെയാണ്? OPD-യിലാണ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലാണ് മൈനർ ഇഞ്ചുറീസ്, ചെറിയ ഇഞ്ചുറീസും ആംബുലേറ്ററി പേഷ്യൻസ് ഒക്കെ വരേണ്ടത് എവിടെയാണ്? OPD ഏരിയയിലാണ്. കണ്ടോ? ടെക്സ്റ്റിൽ കണ്ടോ നിങ്ങള്? പറഞ്ഞ മനസ്സിലായോ? അങ്ങോട്ടൊക്കെ ഒന്ന് മാറിക്കിടക്കുന്നുണ്ട്. ഐസിയുൽ വരുന്നത് മെഡിക്കൽ എമർജൻസീസും അൺസാൽവേജബിൾ കേസസ് ആണ്. അൺസാൽവേജബിൾ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും രക്ഷിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ അല്ലേ. രക്ഷിക്കാൻ കഴിയാത്ത കേസ് എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ എത്തുന്നതിന് മുമ്പ് തന്നെ പേഷ്യന്റ് മരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എത്തി ചിലപ്പോൾ പ്രൊസീജിയർ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ പേഷ്യന്റ് മരിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കേസസ് ഓക്കെ, അതിനാണ് നമ്മൾ അൺസാൽവേജബിൾ കേസസ് എന്ന് പറയുന്നത്. ജീവൻ രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥകൾ. പിന്നെ ഇനി റേഡിയോളജി ഫ്രാക്ചേഴ്സ് ടു ഓർത്തോപീഡിയാക്സ് ആണ്. എന്താണ് 6 പോയിന്റ് പറയുന്നത്? എന്താണ് എന്തെങ്കിലും ഒടിവുകളൊക്കെ ഉണ്ടാകുന്ന ഒടിവുകളോ അല്ലെങ്കിൽ മറ്റ്
ഫ്രാക്ചേഴ്സ് ഒക്കെ സംഭവിക്കുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് കൈകാര്യം ചെയ്യുന്നത്? റേഡിയോളജി, ഫ്രാക്ചേഴ്സ് ടു ഓർത്തോപീഡിയാക്സ് അല്ലെ. ഫ്രാക്ചേഴ്സ് റേഡിയോളജി, അതായത് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി കൃത്യമായിട്ടുള്ള നോക്കിയതിനു ശേഷമായിരിക്കും പേഷ്യൻസിനെ അവിടെ ചികിത്സിക്കുന്നത്. ഓർത്തോപീഡിയാക്സ്, ഓർത്തോത്തിന് വേണ്ടിയിട്ടാണ്. ഓർത്തോപീഡിയൻസ് എന്തിനാണ്? ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് എന്തിനാണ്? ബോൺസിന് വേണ്ടിട്ട് അല്ലെ. യെസ്, ഓക്കെ. ബോൺസ് ആൻഡ് മസിൽസ്, വെരി ഗുഡ്. ഒരു മിസ്റ്റേക്കും കൂടി ഉണ്ട് കേട്ടോ. നമ്മള് ഐസിയുന്റെ നേരെ അൺസാൽവേജബിൾ കേസസ് ഇട്ടിട്ട് മെഡിക്കൽ എമർജൻസീസ് എമർജൻസി റൂമിന്റെ അവിടെ എഴുതണം കേട്ടോ. മെഡിക്കൽ എമർജൻസീസ് എമർജൻസി റൂമിന്റെ അവിടെ എഴുതണം. 7th പോയിന്റിന് നേരെ മെഡിക്കൽ എമർജൻസീസ് നാക്കാം കേട്ടോ. 7th പോയിന്റിന് നേരെ മെഡിക്കൽ എമർജൻസീസ് നാക്കാം. മനസ്സിലായോ പിള്ളേരെ? ഓക്കെ. Then psychiatry. Psychiatry എന്താ വരുന്നത്? ഹിസ്റ്റീരിയ, ബിഹേവിയറൽ എമർജൻസീസ്. ഹിസ്റ്റീരിയ, ബിഹേവിയറൽ എമർജൻസി. സൈക്കാട്രി മനഃശാസ്ത്ര വിഭാഗത്തിൽ കൈകാര്യം ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളായിരിക്കും? ഹിസ്റ്റീരിയ. ഹിസ്റ്റീരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ് അല്ലെ. ഹിസ്റ്റീരിയ എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ്. അതായത് എക്സ്ട്രീം ഇമോഷൻസ് ആയിരിക്കും ആ പേഷ്യൻസ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പൊ ഫിക്സ്, സീഷർ, ഫിക്സ് പോലെയൊക്കെ വരിക, അങ്ങനത്തെ ഉള്ള അവസ്ഥകൾ കൈകാര്യം ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ട്. അങ്ങനെയുള്ള പേഷ്യൻസ് ഉണ്ടാവും. അതാണ് ഹിസ്റ്റീരിയ എന്ന് പറയുന്നത്. സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ് ഇത് ഹിസ്റ്റീരിയ എന്ന് പറയുന്നത്. എക്സ്ട്രീം ഇമോഷൻസ് ആയിരിക്കും ഇത്തരത്തിലുള്ള പേഷ്യൻസ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ. അവിടെ ലോസ് ഓഫ് സെൻസേഷൻ ആണ് അവർക്ക്. എന്താണ്? നല്ല രീതിയിലുള്ള ഒരു ഓർമ്മയായിരിക്കില്ല അവർക്ക് ഉണ്ടായിരിക്കുക. ബിഹേവിയറൽ എമർജൻസീസ്, എന്തെന്ന് പെരുമാറ്റപരമായിട്ടുള്ള, അതായത് ബിഹേവിയറൽ ആയിട്ടുള്ള അബ്നോർമാലിറ്റീസ് ഒക്കെ കാണിക്കുന്ന പേഷ്യൻസ് ഒക്കെ എവിടെയായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്? സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റ്സിലായിരിക്കും. അവർക്കായിരിക്കും ആ ഏരിയാസിൽ ട്രീറ്റ്മെന്റ് ഉണ്ടായിരിക്കുക. ഇതെന്താണ്? മെഡിക്കേഷൻ റൂം ഇമോഷണലി ഡിസ്റ്റർബ്ഡ്. ഇമോഷണലി ഡിസ്റ്റർബ്ഡ് പേഷ്യൻസ് നോക്കണേ. മെഡിക്കേഷൻ റൂം ഇമോഷണലി ഡിസ്റ്റർബ്ഡ് പേഷ്യൻസ് നോക്കാം കേട്ടോ. മെഡിറ്റേഷൻ റൂം, അതായത് ഇപ്പൊ ഡിസാസ്റ്റർ ഉണ്ടായി കഴിയുമ്പോൾ ചിലപ്പോൾ ആ ആഘാതത്തിന് ചിലപ്പോ ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എന്താണ് ആ ഒരു പേടി കൊണ്ട് ചിലപ്പോ എന്താണ് കോൺഷ്യസ്നസ് പോയവരുണ്ടാവും അല്ലെ, അൺകോൺഷ്യസ് ആയവരാണ്. അങ്ങനെയുള്ളവർക്ക് എന്താണ് പ്രത്യേകമായിട്ട് മെഡിക്കേഷൻ റൂംസ് ഉണ്ട്. ഇമോഷണലി ഡിസ്റ്റർബ് ആകുന്ന വെച്ചാൽ ചിലപ്പോൾ അത്രയും വലിയൊരു ദുരന്തമൊന്നും താങ്ങാൻ പറ്റാതെ മാനസികമായി തകർന്നു പോലുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ളവർക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് എന്താ ട്രോമ കണ്ടീഷൻസിലുള്ള പേഷ്യൻസ് അല്ലെ, ആ ഒരു ആഘാതം താങ്ങാതെ വന്ന പേഷ്യൻസ് ഉണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് എന്ത് മെഡിക്കേഷൻ ഉള്ളത്. ഓക്കെ. ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള പേഷ്യൻസ്. അടുത്ത ട്രീറ്റ്മെന്റ് ഏരിയ ആണ് എന്താ? സെമിനാർ റൂം. അടുത്ത ട്രീറ്റ്മെന്റ് ഏരിയ ആണ് സെമിനാർ റൂം. അതൊക്കെയാണ് അൺഇൻജുർഡ് ഡിസ്ചാർജ് ഓഫ് പേഷ്യൻസ് ആൻഡ് റിലേറ്റീവ്സ്. സെമിനാർ റൂം ആർക്കൊക്കെയാണ്? അൺഇൻജുർഡ് ആയിട്ടുള്ള മുറിവുകളൊന്നും പറ്റാത്തവര്, അതുപോലെ തന്നെ ഡിസ്ചാർജ് ആയിട്ടുള്ള പേഷ്യൻസ്, റിലേറ്റീവ്സ്, അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് സെമിനാർ റൂംസ് ആ ട്രീറ്റ്മെന്റ് ഏരിയ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ട്രീറ്റ്മെന്റ് ഏരിയാസ് ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ, എന്തൊക്കെയായിരുന്നു? എമർജൻസി റൂം, ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻസ്, ഇമ്മീഡിയറ്റ് അറ്റൻഷൻ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ഏരിയാസ് ആണ് ഇത്. ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻസ്, അതായത് ലൈഫ് ത്രെട്ടണിങ്, ജീവൻ ഭീഷണിയായ സാഹചര്യങ്ങൾ, ഹെമോറേജ്, അതായത് അമിതമായിട്ടുള്ള രക്തസ്രാവമുള്ള പേഷ്യൻസ്, അവരൊക്കെ എവിടെയാണ്? ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻസ് ഉള്ള എമർജൻസി റൂമിൽ ട്രീറ്റ്മെന്റ് ഏരിയാസിലായിരിക്കും അവരെ കൈകാര്യം ചെയ്യുന്നത്. സർജറി, സീരിയസ് കാഷ്വാലിറ്റീസ്, ചെസ്റ്റ്, അബ്ഡോമിനൽ ട്രോമ, ഓപ്പൺ ഫ്രാക്ചേഴ്സ് മുതലായവ അല്ലെ. വയറിന് സംബന്ധമായിട്ട് അല്ലെങ്കിൽ തുറന്ന ഒടിവുകളുള്ള പേഷ്യൻസ്, സർജറി വേണ്ട പേഷ്യൻസ് ഒക്കെ എന്താണ് സർജറി ഡിപ്പാർട്ട്മെന്റ്സിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ. ദെൻ ഡെലിവറി സൂട്ടിൽ ആരൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്? വുമൺ ഇൻ ലേബർ, കോംപ്ലിക്കേഷൻസ് ഓഫ് പ്രഗ്നൻസി, ട്രോമാറ്റൈസ്ഡ് പ്രഗ്നന്റ് വുമൺ. ട്രോമാറ്റൈസ്ഡ് പ്രഗ്നന്റ് വുമൺ എന്താണെന്ന് പറഞ്ഞാൽ അമ്മയ്ക്കും കുഞ്ഞിനും ഒരേപോലെ തന്നെ എന്താണ് ഗുരുതരാവസ്ഥയുള്ള സിറ്റുവേഷൻ ആണ് ഇത് ട്രോമാറ്റൈസ്ഡ് പ്രഗ്നന്റ് വുമൺ എന്ന് പറയുന്നത്. അമ്മയ്ക്കും കുഞ്ഞിനും ഒരേപോലെ ഗുരുതരമായിട്ടുള്ള അവസ്ഥ.
ദെൻ ഐസിയുല് എന്താണ് നമ്മൾ പറഞ്ഞത്? ഐസിയുല് ഏത് തരം ട്രീറ്റ്മെന്റ് ആണ്? ഐസിയുല് അൺസാൽവേജബിൾ കേസസ് അല്ലെ, അൺസാൽവേജബിൾ കേസസ്. ഒ പി ഡിയിലോ? ഒ പി ഡിയില് മൈനർ ഇഞ്ചുറീസ് ആൻഡ് ആംബുലേറ്ററി പേഷ്യൻസ്, മൈനർ ഇഞ്ചുറീസ് ആൻഡ് ആംബുലേറ്ററി പേഷ്യൻസ്. Then radiology fractures to orthopedics and then radiology fractures to orthopedics and then emergency room medical emergencies, emergency room medical emergencies, psychiatry law, hysteria, behavioral emergencies, psychiatry hysteria, behavioral emergencies. Then medication room, medication rooms, emotionally disturbed persons, patients, emotionally disturbed patients. Patients are a person alert, patients. Then seminar room, uninjured discharge of patients, relatives. അതൊക്കെ വേണ്ടിയാണ് സെമിനാർ റൂം കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റ് ഏരിയാസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പിള്ളേരെ? എവിടം വരെ? എന്തെങ്കിലും സംശയം ഉണ്ടോ? യെസ്, ക്ലിയർ ആണ്. നിങ്ങൾ എടുക്കുന്നത് വായിക്കണം കേട്ടോ, ടെക്സ്റ്റ് വായിക്കണേ. ഓക്കെ, ഒരു സംശയമൊന്നുമില്ലല്ലോ? വേണ്ടി ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് ലെഫ്റ്റ് ആവാം. ഓക്കെ ഓക്കെ, നോമ്പ് തുറ, നിങ്ങൾക്ക് നോമ്പാണല്ലേ? ഓക്കെ, ചൂടത്ത് എങ്ങനെ പറ്റുന്നുണ്ടോ? ചൂടത്ത് വെള്ളം പോലും കുടിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, യെസ്. ഒരു മാസമല്ലേ നോയമ്പ്? ഒരു മാസമല്ലേ നിങ്ങൾക്ക് റംസാന്റെ നോമ്പ്? യെസ്, വേറൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ക്ഷീണം ഉണ്ടാവും അല്ലെ? ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് 5 മണിക്ക് ഭക്ഷണം, 5 മണിക്ക് മുന്നേ ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ ഒരു 6 മണിക്ക് ശേഷം കഴിക്കാലോ, 6 മണിക്ക് ശേഷം പിന്നെ കഴിക്കാലോ അല്ലെ? അങ്ങനെയല്ലേ നിങ്ങൾക്ക്? അങ്ങനെയല്ല, കഴിക്കാൻ പറ്റില്ല. അതെ, അങ്ങനെയാണ്. എങ്ങനെ ബാങ്ക് വിളിക്കുമ്പോ അങ്ങനത്തെ ശേഷമല്ലേ ബാങ്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും അല്ലെ? അപ്പൊ നന്നായിട്ടൊക്കെ നോമ്പൊക്കെ എടുക്കാൻ ഞങ്ങളെയും പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തണം കേട്ടോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞത് ഞങ്ങളുടെ ഈ മാസത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് നല്ല ശക്തിയുള്ള പ്രാർത്ഥനയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ലെഫ്റ്റ് ആയിക്കോളൂ കേട്ടോ. അനീഷ, താങ്ക് യു. Have a nice day.